ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്ന് അനലൈസ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിലേക്കുള്ള 4th മെയ് തൊട്ടുള്ള 8th മെയ് വരെയുള്ള മാർക്കറ്റ് അനാലിസിസ് ഒന്ന് നോക്കിയിട്ട് ഇടാം. അപ്പം ഇന്ന് മെയ് 2 നമുക്ക് നെക്സ്റ്റ് വീക്കിലുള്ള അനാലിസിസ് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റിൻ്റെ ചാർട്ട് ടെക്നിക്കൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് കറൻ്റ്ലി കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചും ഈ ഒരു സപ്ലൈ സോണും അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണുമാണ് കറൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണുന്നുണ്ട്. ഒരു ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മേലോട്ട് കയറുന്ന രീതിയിലാണ് കാണുന്നത്. ഓൾമോസ്റ്റ് 24,500 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കാം. ഓക്കെ, അതേപോലെ ഒരു സൈഡ് വൈസ് മാർക്കറ്റിനും പോസിബിലിറ്റി കൂടുതലാണ് ഒരു അപ്പിഷ് മൂവ്മെൻറ്റിനെ കാട്ടി. ഓക്കെ, മാർക്കറ്റ് വല്ലം ഈ ഒരു ലെവൽ 24,000 ഇല്ലെങ്കിൽ 23,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് നെക്സ്റ്റ് 23,100 വരെ മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ലാർജ് ഗ്യാപ്പിൽ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. നിഫ്റ്റിൻ്റെ സെയിം ടെക്നിക്കൽ ചാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ മിഡ് ഗ്യാപ്പിൽ നോക്കുവാണെങ്കിൽ മിഡ് ഗ്യാപ്പ് കുറച്ചും കൂടെ സപ്പോർട്ട് എടുത്ത് നിഫ്റ്റിനെ കാട്ടി കുറച്ചും കൂടെ ഒരു ഔട്ട് പെർഫോം ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ സപ്പോർട്ട് എടുത്ത് ഇവിടെ നിൽക്കുവാണ്. 22,400 ഒരു റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നിഫ്റ്റി സ്മോളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ മിഡ് ഗ്യാപ്പിനെക്കാട്ടും നിഫ്റ്റിനെക്കാട്ടും കുറച്ചും കൂടെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഹയർ ഹൈ ഫോർമേഷൻ ആണ് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. കറൻ്റ്ലി ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 16,900 റേഞ്ച് ആണ്, അല്ലെങ്കിൽ 17,000 എന്ന് പറയാം. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് ലെവൽസ് എന്ന് പറയുന്നത് 17,400 ആണ്. ദെൻ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ നിഫ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വീക്കറാണ്. ഇത് ഈ ഒരു 24,300 അല്ലെങ്കിൽ 400 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,700 വരെ മാർക്കറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ദെൻ IT സെക്ടറിലേക്ക് വരുന്ന സമയത്ത് IT സെക്ടർ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത്. സ്റ്റിൽ വളരെ വീക്കാണ്. സ്റ്റിൽ ഹയർ ഹൈ ഫോർമേഷൻ ഇല്ല, ലോവർ ലോ ഫോർമേഷനാണ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇതുവെല്ലാം ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു 28,300 370 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെയും പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും നമുക്ക്. അതല്ല മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറുവാണെങ്കിൽ തീർച്ചയായും 32,000 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം കോഷ്യസോട് കൂടി മാത്രം IT സെക്ടറിലും ബാങ്ക് സെക്ടറിലും നോക്കുക. പിന്നെ അതേപോലെ കുറച്ചും കൂടെ നല്ല സ്ട്രെങ്ത് ഉള്ള സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ഫാമ നല്ല സ്ട്രെങ്ത് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽസിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണിൻ്റെ അടുത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുള്ളത്. ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് നിഫ്റ്റി ഫാമിൽ. പിന്നെ ഹെൽത്ത് കെയറിൽ നോക്കുവാണെങ്കിൽ ഹെൽത്ത് കെയറിലും ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണ്, 15,000 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിക്കും. പിന്നെ ഡിഫൻസ് ഇൻഡെക്സിൽ വരുവാണെങ്കിൽ ഡിഫൻസ് ഇൻഡെക്സും കറൻ്റ്ലി ഒരു ഓൾ ടൈം ഹൈ റേഞ്ചിൻ്റെ അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ഹൈസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു ഫാമ, ഹെൽത്ത് കെയർ ആൻഡ് ഡിഫൻസ് സെക്ടർ അതിലുള്ള സ്റ്റോക്സുകൾ കീപ് വാച്ചിങ്. അപ്പം നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടാനുള്ള നെക്സ്റ്റ് വീക്കിലേക്കുള്ള മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ കമ്മിങ് ഹിയർ ബ്രണ്ട് ഓയിലിൽ നോക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ലെവൽ കറൻ്റ്ലി 112 ആ ഒരു ലെവലിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഹൈ ആണ്, ഇല്ലെങ്കിൽ 52 വീക്കിൻ്റെ ഹൈ ആണ് 112 എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്ന് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്. പ്രീവിയസ്ലി അത് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിഫ്റ്റീനെ അത് ബാഡായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അത് വളരെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും. നിഫ്റ്റി കുറച്ചും കൂടെ വീക്കർ ആകാനുള്ള ചാൻസസ് ആണ്. അപ്പം ഇതിൻ്റെ താഴെ ഇത്രയും കാലം നിൽക്കുന്നോ അത് അത്രയും ബെറ്ററാണ് നമ്മുടെ നിഫ്റ്റിയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും. 100 ബിലോ വരുന്നതാണ് എപ്പോഴും ബെറ്റർ.
ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും എസ്കലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അവിടെ മീറ്റിങ്ങും കാര്യങ്ങൾ, ഇറാനും യു എസും തമ്മിലുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നൊക്കെ പറയുന്നു. ഓക്കെ, വരുന്ന സമയത്ത് നമ്മുടെ US മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നാസ്ഡാക്ക് ഫ്രഷ് ഓൾ ടൈം ഹൈ ആണ് ഇന്നലെ എടുത്തത്. അതേപോലെ ഡോ ജോൺസ് ആണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ S&P 500 നോക്കുവാണെങ്കിലും പ്രീവിയസ് ഡേയിൽ ഓൾ ടൈം ഹൈ ടാപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ്സും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഓവറോൾ ഉള്ള വ്യൂ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സ്പെസിഫൈ ആയ ഡീറ്റെയിൽസിലേക്ക് പോവാം. സ്റ്റോക്ക് സ്പെസിഫിക് ആയ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കോർപ്പറേഷനിൽ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടുവരുന്നുണ്ട്. അപ്പം ഡിഫൻസ് സെക്ടറിൽ തന്നെയാണ് വരുന്നതും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്കൗട്ട് പോസിബിലിറ്റി കാണുന്നുണ്ട്. ബ്രേക്കൗട്ട് ചെയ്ത് ഓൾറെഡി അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 1800 വരെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ OBSE പെർഫെക്ഷനിൽ നോക്കുന്ന സമയത്ത് ഇതും നല്ലൊരു വി പാറ്റേൺ ഇല്ലെങ്കിൽ VCP പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുവാണ്. നല്ലൊരു ബ്രേക്കൗട്ട് ചെയ്ത് നിൽക്കുവാണ്. റീടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം റീടെസ്റ്റ് ചെയ്ത് ഒരു 480 ലെവലിലൊക്കെ മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള മൊമെൻറ്റത്തോടു കൂടി റീച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം വാച്ച് ചെയ്യുക ഈ രണ്ട് സ്റ്റോക്സ്. കമ്മിങ് ടു നമ്മുടെ OIL ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത്, OIL നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ കോൾ ഓയിൽ ബിൽഡപ്സ് ഉള്ളത് 24,000ലാണ്. 24,000ലും പുട്ട് ബിൽഡപ്പ് ഉള്ളത് 23,500 റേഞ്ചിലുമാണ്. ഓക്കെ, കറൻ്റ്ലി നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഒരു 150 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് മൺഡേയിലേക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ കറൻ്റ്ലി രീതിയിൽ നോക്കുന്ന സമയത്ത്. അപ്പം മേ ബി ഇവിടെ ഒരു പുട്ട് ബിൽഡപ്സ് 23,900ഉം 950 പുട്ട് ബിൽഡപ്സ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, കറൻ്റ്ലി നമുക്ക് റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിലെ റിസൾട്ടുകൾ അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിലെ റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത് നെക്സ്റ്റ് വീക്കിലൊക്കെയുള്ള റിസൾട്ടുകളാണ് BHEL, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, L&T, ബജാജ് ഓട്ടോ, BSE ഇവരൊക്കെയാണ് മേജറായി റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത്. അപ്പം ഇവർ നല്ല രീതിയിലുള്ള വോൾട്ടൈൽ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു സ്റ്റോക്സുകൾ. കീപ് വാച്ചിങ് ദാറ്റ്. ദെൻ നമ്മുടെ ഗ്ലോബൽ ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പെർട്ടിക്കുലർ വലിയ ഗ്ലോബലി ന്യൂസസ് ഇല്ല. പക്ഷേ ഇന്ത്യ സ്പെസിഫിക്കുള്ള ന്യൂസ് ഉള്ളത് അന്ന് മൺഡേ തന്നെ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരാനുണ്ട്. നമ്മുടെ കേരളത്തിലും തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ഏരിയകളിലൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസമാണ്. അപ്പം അത് സ്റ്റോക്ക് മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അപ്പം അതൊന്ന് കീപ് വാച്ചിങ്. ഓക്കെ, അതാണ് ഓവറോൾ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം കോഷ്യസോടുകൂടി ട്രേഡ് ചെയ്യുക. അപ്പം മാർക്കറ്റിൽ പ്രോപ്പറായ റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യുക. അപ്പം ഇതൊരു ടിപ്പും റെക്കമെൻഡേഷൻ കാര്യങ്ങളൊന്നുമല്ല. അപ്പം പ്രോപ്പർ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനാലിസിസ് പ്രോപ്പറായി യൂസ് ചെയ്യുക, റിസ്ക് റിവാർഡ് പ്രോപ്പറായി മാനേജ് ചെയ്യുക, കാര്യങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.